മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ വ്യാജ വാർത്തകൾ സത്യമെന്നോണം പ്രചരിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പതിവായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കൊടുമ്പിരി കൊള്ളുന്ന ഒരു വ്യാജ പ്രചരണം അത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഊരാളങ്കൽ സൊസൈറ്റിയെയും ലക്ഷ്യം വെച്ചുള്ള ഒന്നാണ്. ആ വ്യാജ പ്രചരണത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ ഒരു യുവാവ് റോഡിലെ ടാറ് കൈകൊണ്ട് പൊളിച്ചു മാറ്റുന്നത് വ്യക്തമായി കാണാൻ സാധിക്കും. അതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ റോഡുകളെ പ്രശംസിക്കുന്നതിൻ്റെ ഒരു ശബ്ദശകലം കൂടി ചേർത്താണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. അതിനൊപ്പം ഒരു കുറിപ്പ് കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കുറിപ്പിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഊരാളുങ്കൽ സൊസൈറ്റിയെയും ഇവർ കടന്നാക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ വ്യാജ പ്രചരണം ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത് ലീഗ് കോൺഗ്രസ് അണികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു കാർഡാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഒരു കുറിപ്പ് കൂടി ഈ ഷിഹാബ് എന്ന പേരുള്ള ഈ വ്യാജ പ്രചരണം നടത്തുന്ന വ്യക്തി നൽകുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: എൻ്റെ ഊരാളുങ്കൽ ഭഗവതി മരാമത്ത് മരുമോൻ പണിത ഡച്ചു മാതൃകയിലുള്ള റോഡുകളെ കാത്തോണേ. അതായത് ലക്ഷ്യം മുഹമ്മദ് റിയാസും ഊരാളുങ്കൽ സൊസൈറ്റിയുമാണ് എന്ന കാര്യം വ്യക്തമാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒന്നിലധികം വ്യാജ വാർത്തകൾ ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുറത്തു വന്ന ഒരു വ്യാജ വാർത്ത മാത്രമാണിത് എന്ന് തുടക്കത്തിലെ വ്യക്തമാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ ഇന്ത്യ ടുഡേ ഒരു ഫാക്ട് ചെക്ക് ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ അവർക്ക് മനസ്സിലായത് ഈ വീഡിയോ കേരളത്തിലേതല്ല എന്ന് തന്നെയാണ്. റിവേഴ്സ് ഇമേജിംഗ് സെർച്ചിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് മഹാരാഷ്ട്രയിലെ നന്ദുർബാർ എന്ന ജില്ലയിൽ നിന്നുള്ള ഒരു വീഡിയോയാണ്. ഈ വീഡിയോ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് മോജി ന്യൂസ് എന്നൊരു യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. रोडे बांधला कॉन्ट्रॅक्टर यावीन लक्ष देणं दिले सरकारामुपर ही रोड हल्लो तावनी कहू അതിനുശേഷം മഹാരാഷ്ട്രയിലെ നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത ഇതേ ദൃശ്യങ്ങളോടൊപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒന്ന് ABP മഹജയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ മാധ്യമ ശൃംഖലയായ ABPയുടെ മറാത്ത ന്യൂസ് ചാനലാണ് ABP മഹജ. ആ ABP മഹജയ്ക്ക് പുറമെ മറാഠി ടൈംസ് XP എന്ന മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ഏജൻസിയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ 4 കോടി വികസന ഫണ്ടിൽ നിന്നും പണി കഴിപ്പിച്ച ഒരു റോഡിൻ്റെ അവസ്ഥയാണ്. അതിനെ മഹാരാഷ്ട്രയിലെ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ അവസ്ഥയെ, റോഡിൻ്റെ ചിത്രങ്ങളെ, ദൃശ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വ്യാജ പ്രചരണത്തിന് തുടക്കമിടുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനെയും കേരളത്തിലെ പൊതുമരാമത്ത് ജോലികൾ വലിയ തോതിൽ ഏറ്റെടുത്ത് നടക്കുന്ന സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ സൊസൈറ്റിയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ പ്രസ് TV തന്നെ വാർത്തയാക്കിയിരുന്നു. അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് PV അൻവർ MLA ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ചില വ്യാജ പ്രചരണങ്ങളാണ്. PV അൻവർ MLAയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി മുന്നോട്ട് പോവുകയുണ്ടായി. ഒന്ന്, PV അൻവർ MLAക്കെതിരെ MV ജയരാജൻ ചില വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ നടത്തി എന്ന ഒരു വ്യാജ പ്രചരണം. അത് വ്യാജ പ്രചരണമാണ് എന്ന് തെളിയുകയും പിന്നീട് MV ജയരാജൻ തന്നെ മാധ്യമങ്ങൾക്കെതിരെ, ഈ വ്യാജ പ്രചരണം നടത്തിയ യൂട്യൂബ് ചാനലുകൾക്കെതിരെ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിക്കും, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകുകയും ഉണ്ടായി. രണ്ടാമത്തെ വ്യാജ പ്രചരണം CPMന്റെ ദയവിലല്ല PV അൻവർ ജയിച്ചത് എന്ന് PV അൻവർ പറഞ്ഞു എന്ന നിലയിലുള്ള ഒരു വ്യാജ പ്രചരണമായിരുന്നു. എന്തായാലും ഇത്തരം വ്യാജ പ്രചരണങ്ങളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെയും CPM എന്ന പാർട്ടിയെയുമാണ് എന്ന കാര്യം വ്യക്തമാണ്. ഭരണ നേട്ടങ്ങൾ ചോദ്യം ചെയ്ത് ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനോ കുഴപ്പത്തിലാക്കാനോ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന കനകലു ടീം ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിനെ താറടിക്കാൻ ശ്രമിക്കുന്നത്.